ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ പ്രതി ഹൈക്കോടതിയിൽ. വ്യാജ വിവരം നൽകിയെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ നാരായണദാസാണ് കോടതിയെ സമീപിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഇയാൾ കോടതിയെ ബോധിപ്പിക്കുന്നത്? ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ പ്രതി ഹൈക്കോടതിയിൽ. വ്യാജ വിവരം നൽകിയെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ നാരായണദാസാണ് കോടതിയെ സമീപിച്ചത്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത് അല്ല, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, എന്താണ് ഈ നാരായണദാസിന്റെ പരാതി? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് ക്രൈംബ്രാഞ്ച് 7 ദിവസത്തിനകം നാരായണദാസിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഈ നോട്ടീസ് കൈപ്പറ്റാൻ പോലും ഈ നാരായണദാസ് തയ്യാറായിരുന്നില്ല. ഇതിന് തൊട്ടു പിന്നാലെ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് ഈ 7 ദിവസം സാവകാശം ഈ പ്രതിക്ക് കൊടുക്കുക, അതിനുള്ളിൽ ചോദ്യം ചെയ്യലിന് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ, ചോദ്യം ചെയ്യലിന് എത്തിയിട്ടില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനമായിരുന്നു എക്സൈസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അതായത് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് വരെ ഇളവ് നേടുന്നതിന്, അതായത് അറസ്റ്റ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെയും ഈ കേസിൽ ഏറെ വിവാദമായ സമയത്ത് ഈ ഷീല സണ്ണിയുടെ മരുമകളുടെ അനിയത്തി അടക്കം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടായിരുന്നു ഈ എക്സൈസ് നീക്കങ്ങളെല്ലാം തടയിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാരായണദാസും ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസിന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ്. അതായത് ഈ ഷീല സണ്ണിയുടെ ബാഗിൽ വ്യാജ LSD സ്റ്റാമ്പ്, അതായത് LSD സ്റ്റാമ്പ് ഉണ്ട് എന്നതിന്റെ ചിത്രമടക്കം എക്സൈസിന് അയച്ചു കൊടുത്തതും ഈ വ്യാജ വിവരം കൈമാറിയതും അത് നാരായണദാസ് ആയിരുന്നു. അതിനുശേഷം ഈ 2 ഫോണുകൾ, അതായത് നാരായണദാസ് എക്സൈസിനെ വിളിക്കാൻ ഉപയോഗിച്ച ഫോണും അതുപോലെ തന്നെ ഷീല സണ്ണിയുടെ മരുമകളുടെ ഫോണും ഉൾപ്പെടെ ഈ നാരായണദാസ് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തീയിട്ട് നശിപ്പിച്ചു എന്നുള്ളതാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കൽ അടക്കം ഈ കേസിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാരായണദാസിനെ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഈ കേസിന് പിന്നിലുള്ള മോട്ടീവ് എന്താണ്, അതോടൊപ്പം ഈ തെളിവ് നശിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്, മറ്റ് തെളിവുകൾ കണ്ടെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാരായണദാസിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നൊരു ഘട്ടത്തിൽ എക്സൈസ് നിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നാരായണദാസ് ഇതിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ തടയുന്നതിനുള്ള നീക്കവുമായി ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷീല സണ്ണിയുമായി നമ്മൾ സംസാരിക്കുകയുണ്ടായി. അവർ പറയുന്നത് ഉറ്റവരെന്ന് കരുതിയ, അല്ലെങ്കിൽ താൻ ഏറെ വിശ്വസിച്ച കുടുംബാംഗങ്ങൾ തന്നെ ചതിക്കുന്ന നിലയുണ്ടായി. മരുമകളുടെ അനിയത്തിയും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തും ചേർന്നാണ് തന്നെ ഇത്തരത്തിൽ ഈ കേസിൽ കുടുക്കിയത്. ഒരു ഘട്ടത്തിൽ പോലും വിരുന്നുകാരായി എത്തിയവർ ചതിക്കും എന്ന് കരുതിയില്ല എന്നുള്ളതാണ് ഷീല സണ്ണി പറയുന്നത്. അതോടൊപ്പം തന്നെ ഷീല സണ്ണിയുടെ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് തന്നെ ഈ വ്യാജ കേസിൽ കുടുക്കിയത് എന്നുള്ളത് തന്നെയാണ് ഷീല സണ്ണി ചോദിക്കുന്നത്. അതറിയണമെങ്കിൽ ഈ നാരായണദാസിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. എന്തായാലും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയുമായ എക്സൈസ് ഒരു വശത്ത് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വേണു, ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സൂരജ് തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. PA ഒഴിവാക്കണമെന്ന CPI നിർദ്ദേശത്തിന് വഴങ്ങാതെ നാട്ടിക MLA CC മുകുന്ദൻ. PA ആയ അസർ മജീദിനെ ഒഴിവാക്കാനാണ് CPI നിർദ്ദേശം നൽകിയത്. CPI ചെർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന അസർ മജീദിനെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് 2023 ഡിസംബറിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. സൂരജ് സജി ഈ വാർത്തയുടെ വിശദാംശങ്ങളും നൽകാൻ തുടരുന്നുണ്ട്. സൂരജ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വേണു, ഏറെക്കാലമായി MLAയും അതുപോലെ തന്നെ CPIയും തമ്മിൽ തുടരുന്ന തർക്കത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ PA തന്നെ പുറത്താക്കുന്ന നടപടിയിലേക്ക് CPI കടന്നിരിക്കുന്നത്. 2023 ഡിസംബറിൽ ഈ PA സസ്പെൻഡ് ചെയ്തിരുന്നു, 1 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. അത് പ്രധാനമായും പറയുന്നത് സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണ് PA സസ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ആ സമയം തന്നെ ഈ MLAയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിയണം എന്നൊരു നിർദ്ദേശം കൂടി അന്ന് തന്നെ പാർട്ടി മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഇതിന്, അതായത് PA ഒഴിവാക്കാൻ MLA തയ്യാറായിരുന്നില്ല. ഇതോടെ കൂടിയാണ് ഇന്നലെ ചേർന്ന ചേർപ്പ് മണ്ഡലം കമ്മിറ്റി CPIയിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ട് തീരുമാനമെടുത്തു. അതിന് പിന്നാലെ അത് ഔദ്യോഗികമായി തന്നെ പാർട്ടി അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും MLAയുടെ പേഴ്സണൽ സ്റ്റാഫായി ഈ അസർ മജീദ് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്താണ് നിലവിൽ നാട്ടിക MLA CC മുകുന്ദനുള്ള. അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് ഈ അസർ മജീദും ഉള്ളത്. അതോടൊപ്പം തന്നെ MLAക്ക് ഇതിനു മുമ്പ്, അതായത് ഈ ഡെപ്യൂട്ടേഷനിൽ വന്ന ഒരു PA കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ
ഈ MLA-യുമായുള്ള തർക്കത്തെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിടുതൽ വാങ്ങിപ്പോയിരുന്നു. അത് മസൂദ് കെ വിനോദ് എന്ന് പറയുന്ന ആളായിരുന്നു. ഈ സർക്കാർ ജീവനക്കാരനാണ്. അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ എത്തിയാണ് ഈ CC മുകുന്ദന്റെ PA ആയി പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹവുമായുള്ള തർക്കത്തെ തുടർന്ന് ഈ 15 വർഷത്തിലധികം വിവിധ MLA-മാരുടെ PA ആയി വർക്ക് ചെയ്ത ഇദ്ദേഹം പിന്നീട് വിടുതൽ വാങ്ങി പോവുകയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് MLA-യുടെ നിലപാടുകളിൽ ഈ CPI-ക്ക് വലിയ അതൃപ്തിയുണ്ട്. പലപ്പോഴും പാർട്ടിക്ക് വഴങ്ങാതെയുള്ള പ്രവർത്തനങ്ങളാണ് MLA-യുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ അസർ മജീദ് ആണ് എന്ന നിഗമനത്തെ തുടർന്നാണ് പാർട്ടി അസർ മജീദിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത്. എന്തായാലും അസർ മജീദിനെ കൈവിടാൻ നിലവിൽ MLA തയ്യാറായിട്ടില്ല. ഇത് CPI സംബന്ധിച്ച് വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്ന സംഭവമാണ്. കാരണം MLA ഒരു വശത്ത്, മറുവശത്ത് പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നാട്ടികയിൽ എത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വേണു. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്.